നമുക്ക് പലപ്പോഴും പരാതികളാണ് ഉള്ളത്. ആവശ്യമുള്ളത് പലതും നമുക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മിൽ പലർക്കും ഉള്ളത്. ദൈവം എന്തുകൊണ്ട് അങ്ങനെ പക്ഷപാതം കാണിച്ചു എന്ന് നാം പലരും ചിന്തിക്കാറുണ്ട്. ബൈബിളിലെ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു: കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. വളരെ കൃത്യമായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവിടുത്തെ ഛായയിലും അവിടുത്തെ സാദൃശ്യത്തിലുമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ തൻ്റെ മക്കളെ എത്രമാത്രമായിരിക്കും ദൈവം സ്നേഹിക്കുക? എല്ലാറ്റിനെയും ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ ഉത്തമ സൃഷ്ടിയായ മനുഷ്യനെ എല്ലാറ്റിൻ്റെയും അധികാരവും എല്ലാം കൊടുത്ത് അവനെ ഏറ്റവും മഹോന്നത സൃഷ്ടിയാക്കിയാണ് അവിടുന്ന് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അവനൊരിക്കലും ഒരു കുറവും വരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്തുകൊണ്ട് ഈ കുറവ് വരുന്നു? അവിടെയാണ് നമ്മുടെ ആശ്രയക്കുറവ്. എവിടെയുള്ള ആശ്രയം? ആ ദൈവത്തെങ്കിലേക്കുള്ള ആശ്രയം. സർവവും സൃഷ്ടിച്ച ദൈവത്തെങ്കിലേക്ക് ആശ്രയിക്കുക, അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക. എങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നൽകും. തരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം, അവിടുത്തെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കാം. നന്ദി.